നിപ്പ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഫറൂഖ് കോളേജ് സ്വദേശിയായ 43-കാരന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. ക്വാറന്റീനിലുള്ള 3 പേരെ നിരീക്ഷണത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവരുടെ സാമ്പിൾ പരിശോധനാ ഫലം ഇന്ന് ലഭിക്കും. നിലവിൽ 87 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. അനീഷ് ദേവസ്യമുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന്. അനീഷ്, ഗുഡ് മോർണിംഗ്. കോഴിക്കോട് നിപ്പ ബാധിച്ച് 43-കാരൻ അതീവ ഗുരുതരാവസ്ഥയിലാണ് ചികിത്സയിലുള്ളത്. ഇന്ന് ഏറെ നിർണായകം ഈ ക്ലോസ് കോണ്ടാക്റ്റിലുണ്ടായ ആളുകൾ, ഹൈറിസ്ക് വിഭാഗത്തിലുള്ള അടക്കമുള്ള ആളുകളുടെ പരിശോധനാ ഫലമാണ് ഇന്ന് വരാനിരിക്കുന്നത്. ഗോകുൽ, പ്രവിത, ഗുഡ് മോർണിംഗ്. ഏതായാലും ഈ നിപ്പ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇപ്പോഴും അദ്ദേഹം വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ശ്വസിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണ്. അതേസമയം ഈ ക്വാറന്റൈനിലുണ്ടായിരുന്ന 3 പേരെ കൂടെ നിരീക്ഷണത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവരുടെ സ്രവ സാമ്പിളുകൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. അതിന്റെ ഫലം ഇന്ന് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ രോഗിയുമായി അടുത്ത് സമ്പർക്കം പുലർത്തിയിരുന്ന ഒരു 77 പേരുടെ ഒരു സമ്പർക്ക പട്ടിക മിനിഞ്ഞാന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ പുറത്തുവിട്ടിരുന്നു. അതിന് പിന്നാലെ ഇന്നലെ 10 പേരെ കൂടി ഈ സമ്പർക്ക പട്ടികയിൽ പുതുതായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടെ ഈ ഹയസ്റ്റ് റിസ്കിൽ 4 പേരും ഹൈ റിസ്കിൽ 16 പേരും ലോ റിസ്കിൽ 67 പേരുമാണുള്ളത്. ആകെ മൊത്തം ഈ സമ്പർക്ക പട്ടികയിൽ ഇപ്പോൾ 87 പേരാണ് ഉള്ളത്. ഈ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗമായിട്ട് ഈ രാമനാട്ടുകരയിൽ ഈ നിപ്പ സ്ഥിരീകരിച്ച രാമനാട്ടുകര നഗരസഭയിലെ 5ാം ഡിവിഷനിൽ ഈ ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ ഒരു പരിശോധന നടത്തിയിരുന്നു. ഈ പരിശോധനയിൽ 12 പേർക്ക് പനിയുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഇവർക്കാർക്കും ഈ നിപ്പയുടെ രോഗലക്ഷണങ്ങൾ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ സമ്പർക്ക പട്ടികയിൽ 87 പേരാണുള്ളത്. ഇവർ ഇപ്പോൾ ക്വാറന്റൈനിലാണ്. ഈ കൺട്രോൾ റൂമിൽ നിന്നും ഈ ദിവസേന 2 പ്രാവശ്യം ഇവരെ വിളിച്ച് കാര്യങ്ങൾ തിരക്കുന്നുണ്ട്. ഏതായാലും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് കളക്ടർ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഈ നിപ്പ സ്ഥിരീകരിച്ചിരിക്കുന്നതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഈ നാഷണൽ ഡിസീസ് കൺട്രോൾ സെന്ററിൽ നിന്നും വിദഗ്ധർ ഇന്ന് കോഴിക്കോട് പരിശോധനയ്ക്കായി എത്തും. ഗോകുൽ, പ്രവിത. ശരി, അതാണ് അനീഷ് ദേവസ്യം നൽകുന്ന വിവരം. ഇപ്പോഴും വെന്റിലേറ്ററിലാണ് 43-കാരനായ നിപ്പ ബാധിതൻ ചികിത്സയിൽ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ യാതൊരു മാറ്റവുമില്ല. പക്ഷേ അതേസമയം തന്നെ ക്വാറന്റീനിൽ കഴിയുന്നവരും അവർക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും നിലവിൽ കാണുന്നില്ല എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആശ്വാസകരം കൂടിയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.